അവർ ഓടി വന്ന് ആ പെണ്ണിനെ ബോട്ടിലേക്ക് കയറ്റാൻ കൈ കാണിച്ചു കൊടുത്തു. ഓ, ആ പെണ്ണിനെ കണ്ടപ്പോ എന്തൊരു ഒലിപ്പ്! ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ടു. പ്രിയ അതും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ബോട്ടിലേക്ക് കയറുന്ന കൂറ്റൻ നീരാളിയെയാണ്. കുറെയേറെ നീരാളികൾ. പ്രിയയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയ്യോ, ദേ അങ്ങോട്ട് നോക്ക്, നീരാളി! പ്രിയ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും ബോട്ടിലുള്ളവർ ആ പെണ്ണിനെ വിട്ടുപോയി വാളും കയറും എടുത്തു. പക്ഷേ ഞൊടിയിടയിൽ ആ നീരാളികൾ അവരെയെല്ലാം അടിച്ചു വീഴ്ത്തി. എണീക്കാൻ മേലാതെ കിടന്ന അവരെ നീരാളികൾ വാലുകൊണ്ട് ചുരുട്ടിയെടുത്ത് കടലിലേക്ക് ചാടി. അയ്യോ, ഞാൻ വീണ്ടും രക്ഷപ്പെട്ടു. ആശ്വാസമായി. പ്രിയ ആ പെണ്ണിനെ തിരിഞ്ഞു നോക്കി. അവൾ അവിടെ തന്നെ ഉണ്ട്. പ്രിയ ആ പെണ്ണിനരികിലേക്ക് വന്നു. ബോട്ടിൽ കയറാഞ്ഞത് നന്നായി, ഇല്ലേ അവന്മാർ തന്നെയും അപഹരിച്ചേനെ. കയറിയാലും അവർക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതെന്താ? അതിനുത്തരമായി ആ പെണ്ണ് മുകളിലേക്ക് പൊങ്ങി ബോട്ടിലേക്ക് കയറി. ആ പെണ്ണിനെ കണ്ടതും പ്രിയ വായ് പൊളിച്ചു നിന്നു. അവൾക്ക് കാലില്ല, കാലിന് പകരം വലിയൊരു വാലാണ്. മത്സ്യകന്യകയാണോ? പ്രിയ ആശ്ചര്യത്തോടെ ചോദിച്ചു. അതെ, ഞാനൊരു മത്സ്യകന്യകയാണ്. അതും പറഞ്ഞ് തിരികെ കടലിലേക്ക് അവൾ ചാടി. കടലായാലും കരയായാലും ഒറ്റയ്ക്കൊരു പെണ്ണിനെ ഇതുപോലെയുള്ളവരുടെ കയ്യിൽ കിട്ടിയാൽ രക്ഷപ്പെടാൻ കഴിയില്ല അവൾക്ക്. അത്രയും പറഞ്ഞ് മത്സ്യകന്യക കടലിലേക്ക് താണു. സത്യം, പ്രിയ മറുപടി പറഞ്ഞു. മത്സ്യകന്യക തിരികെ പോയപ്പോഴാണ് തന്റെ ചേട്ടനെയും വിഷ്ണുവിനെയും കൂട്ടുകാരനെയും ഒക്കെ ഓർത്തത്. അയ്യോ, എന്റെ ദൈവങ്ങളെ, എന്റെ കൂടെയുള്ളവർ! പ്രിയ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പിറകിൽ നിന്നും ഒരു വിളി കേട്ടത്. പ്രിയ! പ്രിയ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് മത്സ്യകന്യകയാണ്. ഹായ്, തിരികെ വന്നോ? ഞാൻ എന്റെ കൂട്ടുകാരെയും ചേട്ടനെയും വിഷ്ണുവിനെയും പറ്റി ഓർത്തുകൊണ്ടിരിക്കുവായിരുന്നു. അവരെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കാമോ? സഹായിക്കാം, പക്ഷെ അതിലൊരാളുടെ ജീവൻ ഞാൻ കൊണ്ടുപോകും. അത് കേട്ടതും പ്രിയ പേടിച്ചു പോയി. എന്താ ഇങ്ങനെ പറയുന്നത്? അവൾ അതിനു പകരം ദേഷ്യം കൊണ്ട് കടൽ ഇളക്കിമറിച്ച് വാലുകൊണ്ട് ആഞ്ഞു ഒറ്റയടി കടലിൽ. ബോട്ടിൽ പിടിച്ചിരുന്ന പ്രിയ മറിഞ്ഞു കടലിലേക്ക് വീണു. പെട്ടെന്ന് മേഘ പ്രിയയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കടലിന്റെ അടിയിലേക്ക് കൊണ്ടുപോയി. അടിത്തട്ടിലേക്ക് പോകുന്തോറും പ്രിയയ്ക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. പക്ഷെ കുറച്ചുകൂടി ആഴത്തിൽ വന്നപ്പോൾ ശ്വാസം മുട്ടൽ മാറി. പിന്നീട് അങ്ങോട്ട് കടലിന്റെ അടിത്തട്ടിലെ കാഴ്ചകൾ പ്രിയയിൽ കൗതുകം ഇളവാക്കി. കളർ ലൈറ്റ് തിളങ്ങുന്നത് പോലെ അടിത്തട്ട് തിളങ്ങുന്നു. കുഞ്ഞു മീനുകൾ കൂട്ടമായി പ്രിയയുടെ അടുത്തുകൂടെ പോകുന്നു. പെട്ടെന്നാണ് അവൾ കണ്ടത് ഉള്ളിൽ ലൈറ്റ് കത്തുന്ന പോലൊരു മീൻ. അക്യൂറിയത്തിലിട്ട് വളർത്തുന്ന മീനുകൾ. കാണാൻ നല്ല ഭംഗി. വലിയൊരു ആമയെ കണ്ട് പ്രിയ ഒന്ന് ഞെട്ടി. ദൈവമേ, ഇതാണോ കടലാമ? അയ്യോ, അതിശയം തന്നെ. അപ്പോഴാണ് പ്രിയ ഒരു കവാടത്തിൽ കയറുന്നത് കണ്ടത്. കവാടത്തിൽ കൂറ്റൻ നീരാളിയെയും അതിൽ ഭയങ്കരൻ പാമ്പിനെയും കണ്ട് പ്രിയ പേടിച്ചു വിറച്ചു. കവാടത്തിനുള്ളിൽ നിന്നും കൂറ്റൻ വാലുള്ള മറ്റൊരു മത്സ്യകന്യക ഇറങ്ങി വന്നു. ആൺ മത്സ്യവും വന്നു. മത്സ്യകന്യകനോ? പ്രിയയുടെ അത്ഭുതം മാറുന്നില്ല. അച്ഛാ, അമ്മേ, ഇതാണ് ലയയെ കൊന്ന വിഷ്ണുവിനെ പ്രണയിക്കുന്നവൾ. മേഘ തന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. ഓഹോ, ഞങ്ങളുടെ മകൾ. അവൾ ഞങ്ങളുടെ എല്ലാമായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുപോലെയാണ് പിറന്നത്. എന്നാൽ ഞങ്ങളുടെ മകളെ കൊല്ലാൻ തന്റെ വിഷ്ണുവിന് എങ്ങനെ മനസ്സ് വന്നു? വിടില്ല ഞങ്ങൾ അവനെ. അവർ പറയുന്നത് മനസ്സിലാകാതെ പ്രിയ നിന്നു. നിങ്ങളിത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ വിഷ്ണു നിങ്ങളുടെ മകളെ കൊന്നെന്നോ? ഇല്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. അതും ഒരു മത്സ്യകന്യകയെ കൊന്നെന്നോ? ഇല്ല, നിങ്ങൾ നുണയാണ് പറയുന്നത്. നിങ്ങൾക്ക് കരയിലേക്ക് വരാൻ പറ്റില്ലല്ലോ, പിന്നെ എങ്ങനെ വിഷ്ണു? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. സത്യമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ മക്കൾക്ക് ദൈവം കൊടുത്ത വരദാനമാണ്. അവർക്ക് ഇഷ്ടമുള്ള നേരം വരെ ഭൂമിയിൽ നിൽക്കാം. കാലുകൾ ഉണ്ടാവും. കടലിലേക്ക് ഇറങ്ങുമ്പോ പഴയതുപോലെയാകും. ഞങ്ങൾ ഒരിക്കലും പകൽ സമയത്ത് കരയിലേക്ക് വരാറില്ല. വന്നാൽ ഞങ്ങളെ മനുഷ്യർ കല്ലെറിയുകയും പിടിച്ചു പൊക്കാനുമൊക്കെ വരും. അങ്ങനെ ഒരു ദിവസം രാത്രി ലയമോൾ കരയിൽ കയറിയ സമയത്താണ് അവൻ ഞങ്ങളുടെ മോളെ. അവരത് പറഞ്ഞു തീരും മുൻപേ കരയാൻ തുടങ്ങി. പ്രാണനു വേണ്ടി പിടഞ്ഞ മോളെ ഒന്ന് രക്ഷിക്കാൻ പോലും തയ്യാറായില്ല. അവന്റെ കൺമുന്നിൽ വെച്ച് ഞങ്ങളുടെ മോള് പിടഞ്ഞു മരിച്ചു. മേഘ മുഖം പൊത്തി കരയാൻ തുടങ്ങി. അവളില്ലാതെ എനിക്ക് പറ്റുന്നില്ല. എന്തിനാ അവളോട് ഈ ദ്രോഹം ചെയ്തത്? വിടില്ല ഞാൻ. അവന്റെ അന്ത്യം ഈ കടലിലായിരിക്കും, അതും എന്റെ ഈ കൈകൾ കൊണ്ട്. പ്രിയയ്ക്ക് നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നി. ഈശ്വര, എന്തൊരു പാപമാണ് അവൻ ചെയ്തത്. പ്ലീസ്, അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ എന്നെ അവന്റെ അരികിലെത്തിക്കൂ. കരയിലെത്തിയാൽ അവന്റെ മരണം എന്റെ കൈകൾ കൊണ്ടായിരിക്കും. മോളെ മേഘ, മനുഷ്യരെ വിശ്വസിക്കരുത്, ചതിക്കും. പ്രിയ, പക്ഷെ ഇത്ര പെട്ടെന്നോ? ശ്യാം, അയ്യോ എന്റെ ലയ, അവളെ കൊന്നവനെ വെറുതെ വിടരുത്. മറക്കാതെ കാണുക അവസാന 2 എപ്പിസോഡുകൾ. നാളെയും മറ്റന്നാളെയും രാത്രി 9 മണിക്ക്.